നമസ്കാരം. CPIM എന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. കാരണം CPIMന് അത്ര ബൃഹത്തായ ഒരു ചരിത്ര പാരമ്പര്യമുണ്ട്. ജാതീയ അസമത്വം ഇല്ലാതാക്കി സാമുദായിക സന്തുലനാവസ്ഥ നിലനിർത്തി മതേതര ബോധമുള്ള ഒരു സമൂഹമായി കേരളത്തെ മാറ്റിയതിന് CPIMനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുമുള്ള പങ്ക് ആർക്കും തള്ളിക്കളയാൻ സാധ്യമല്ല. കമ്മ്യൂണിസം എന്നത് കാലഹരണപ്പെട്ട ഒരു ആശയമാണെങ്കിലും മുതലാളിത്തത്തിന്റെ തിന്മകളെ ഇല്ലാതാക്കാൻ മാർക്സിനും കമ്മ്യൂണിസത്തിനും സാധിച്ചതുപോലെ മറ്റൊരു സംവിധാനത്തിനും സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ മാർക്സും മാർക്സിസ്റ്റ് ലെനിനിസവും ഈ ഭൂമിയിൽ ജനിച്ചില്ലായിരുന്നെങ്കിൽ മുതലാളിത്തം അമിത ലാഭത്തിന്റെയും അടിമത്തത്തിന്റെയും പിടിയിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നില്ല. അതുപോലെ തന്നെയാണ് രാജ്യത്തെ ഏറ്റവും പുരോഗമന ചിന്താഗതിക്കാരായ സമൂഹമായി കേരളത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാറ്റിയത്. EMS മുതൽ VS അച്യുതാനന്ദൻ വരെ ആ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചക്കാരായിരുന്നു. VS നിന്നും പിണറായി വിജയൻ ചുമതലയേറ്റതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ മൂല്യങ്ങളും ഇല്ലാതായി. ലളിത ജീവിതവും സാധാരണ മനുഷ്യരുടെ നീതിയുമൊക്കെ കമ്മ്യൂണിസ്റ്റ് നിഘണ്ടുവിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു. കളങ്കിതരായ കച്ചവടക്കാരും കളങ്കിതരായ മതപുരോഹിതന്മാരും തെറ്റായ വഴികളിലൂടെ ചൂഷണം ചെയ്തും പിടിച്ചുപറിച്ചും കാശുണ്ടാക്കിയ പുത്തൻ കൂറ്റുകാരായ മുതലാളിമാരുമൊക്കെ CPIMനെ നിയന്ത്രിക്കുന്ന സാഹചര്യമുണ്ടായി. അതോടെ തൊഴിലാളി വർഗത്തിൽപ്പെട്ട പാവപ്പെട്ടവർക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രവും ചെങ്കൊടിയും മാത്രം ബാക്കിയായി. അവരുടെ പിച്ചച്ചട്ടിയിൽ പോലും കൈയിട്ട് വാരിക്കൊണ്ടാണ് CPIM എന്ന രാഷ്ട്രീയ പാർട്ടി പിണറായിയുടെ നേതൃത്വത്തിൽ ക്രോണി ക്യാപിറ്റലിസത്തിന്റെ ഉടയാടയെടുത്ത് ധരിച്ചത്. നിർഭാഗ്യവശാൽ എക്കാലത്തും വിമതരായി ഇത്തരം പ്രവണതകൾക്കെതിരെ ശബ്ദമുയർത്തിയിരുന്ന സാംസ്കാരിക നായകരും എഴുത്തുകാരുമൊക്കെ പിണറായിസത്തിന്റെ അടിമകളായി. പിണറായിയെ ചോദ്യം ചെയ്യുന്നവർ ഒന്നുകിൽ വെട്ടിക്കൊല ചെയ്യപ്പെടും, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും നിഷ്കാസിതരാകും എന്ന അവസ്ഥ രൂപപ്പെട്ടു. ഒരാൾക്കും പിണറായിയുടെ നേരെ ശബ്ദമുയർത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അങ്ങനെ പാർട്ടിയെ പിടിച്ചടക്കി സർവാധികാരിയായ മുഖ്യമന്ത്രിയായി മാറിയ പിണറായി തന്റെ മകൾക്കും മകനും മരുമകനും വേണ്ടി ഭരണം നടത്തി. തന്റെ വൃത്തികേടുകൾക്ക് ഓശാന പാടുന്ന കുടപിടിക്കുന്നവരെ മാത്രം പാർട്ടി സെക്രട്ടേറിയറ്റിലും മന്ത്രിസഭയിലും ഉൾപ്പെടുത്തി. സൈബർ ഗുണ്ടകളടക്കം പിണറായിസത്തിന്റെ സ്തുതിപാഠകർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറി. സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും നോക്കുകുത്തിയായതോടെ പോളിറ്റ് ബ്യൂറോ അസ്തമിച്ചതോടെ ലോക്കൽ കമ്മിറ്റികളും ബ്രാഞ്ച് കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും അഴിമതിയുടെ കൂത്തരങ്ങായി മാറി. ബ്ലേഡ് കമ്പനി നടത്തിപ്പുകാരും മണ്ണ് മാഫിയ തലവന്മാരും റിയൽ എസ്റ്റേറ്റ് കഴുകന്മാരുമൊക്കെ CPIMന്റെ പ്രാദേശിക നേതാക്കളായി അഴിഞ്ഞാടി. ഇതിനെല്ലാം മുഖാവരണമായി പിണറായിയും കൂട്ടരും വർഗീയ പ്രീണനം തുടർന്നു വന്നു. എല്ലാ മത നേതാക്കളെയും സൽക്കരിച്ച് അവർക്ക് അവിഹിത സ്വത്ത് സമ്പാദനത്തിനുള്ള വഴിയൊരുക്കി കൊടുത്ത് തരാതരം വർഗീയത പറഞ്ഞ് പിണറായിസം അരക്കിട്ടുറപ്പിച്ച് വളർത്തിക്കൊണ്ടുപോയി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ ഈ പിണറായിസ്റ്റ് വൃത്തികേടിനെതിരെ ശബ്ദമുയർത്തി. അവർക്ക് എറിഞ്ഞുകൊടുത്തിരുന്ന കിറ്റും അവരുടെ വിശപ്പ് മാറ്റിയിരുന്ന ക്ഷേമ പെൻഷനും പോലും മുടിഞ്ഞതോടെ അവർക്ക് പ്രതികരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിൽ എന്തെങ്കിലും പിണറായിസത്തിനെതിരെ CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയെ സ്നേഹിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവർ പൊട്ടിത്തെറിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഒരു കാലം സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറെ കാലമായി പിണറായിസത്തിനെതിരെ ഞാൻ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നത്. നിർഭാഗ്യവശാൽ അത്തരമൊരു കാലം രൂപപ്പെട്ടപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നത് ഈ വൃത്തികേടുകൾക്കെല്ലാം കുടപിടിക്കുകയും ഇതിന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയും നിയമത്തെയും ഭരണഘടനയെയും ബഹുമാനിക്കാതെ തെരുവ് ഗുണ്ടായിസത്തിന്റെയും സൈബർ ഗുണ്ടായിസത്തിന്റെയും ഉസ്താദായി മാറുകയും ചെയ്ത നിലമ്പൂർ MLA PV അൻവറാണ്. പിണറായിസത്തിന്റെ ഏറ്റവും വലിയ ഉൽപ്പന്നമാണ് കളങ്കിത കച്ചവടക്കാരനായ, അനേകം കേസുകളിൽ പ്രതിയായ, അനേകം പേരുടെ ശാപത്തിനുടമയായ PV അൻവർ. ആ PV അൻവർ പിണറായിസത്തിനെതിരെ യുദ്ധം നടത്തുന്നു എന്നത് ഖേദകരമായ കാര്യമാണ്. പിണറായിസം ഇല്ലാതാകണമെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആദർശാധിഷ്ഠിതമായ ഒരു അഴിച്ചുപണി വേണമെന്നും ആഗ്രഹിക്കുന്ന മനുഷ്യർ ആശയക്കുഴപ്പത്തിലായിരിക്കുന്നു. പിണറായി എന്ന ഫാസിസ്റ്റ് ഭീകരനാണോ അതോ PV അൻവർ എന്ന വർഗീയ ഭൂതമാണോ നല്ലത് എന്നറിയാതെ നിഷ്പക്ഷരായ മനുഷ്യർ മിഴിച്ചു നിൽക്കുകയാണ്. ഇതിന്റെ പിന്നിൽ പലതരത്തിലുള്ള ഗൂഢാലോചനകളുമുണ്ട് എന്ന് പലരും ആരോപിക്കപ്പെടുന്നു. വാസ്തവത്തിൽ അട്ടിമറി എന്ന് തോന്നുന്ന തരത്തിൽ അൻവർ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന്റെ പിന്നിൽ പോലും പിണറായിയുടെ കരങ്ങളുണ്ട് എന്ന് സംശയിക്കുന്നവരുണ്ട്. ഫക്രുദ്ദീൻ അലി ഏഷ്യാനെറ്റ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് വാസ്തവത്തിൽ ഇതിന്റെ ശില്പി പിണറായി ആണെന്നാണ്. ഈ പറഞ്ഞതുപോലെ PV അൻവർ ഇത്രയും ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ആരോപണം ഉന്നയിച്ചിട്ടും അൻവർ ശക്തമായി തന്നെ പാർട്ടിയിൽ അല്ലെങ്കിൽ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നു. ഇത് കൃത്യമായി ആ പാർട്ടി തന്നെ ഓർഗനൈസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പാർട്ടിക്ക് പരാജയം വരാൻ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പൊതുവെ പറയപ്പെടുന്നത് ഒരു തരത്തിലുള്ള ന്യൂനപക്ഷ പീഡനമാണ്.
ഭയങ്കരമായി ന്യൂനപക്ഷങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഈ പറയുന്ന ഈഴവ കമ്മ്യൂണിറ്റി പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്നു. അതുപോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ശക്തമായ എതിർപ്പ് വരുന്നു. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈ അൻവറിനെ പോലെയുള്ള പാർട്ടിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അൻവറിന് വേറെ പ്രത്യേകതയുണ്ട്. അൻവർ അടുത്ത കാലത്ത് പാർട്ടിയിലേക്ക് വന്ന മുസ്ലിം പേരുള്ള പലരിൽ നിന്ന് അൻവർ വ്യത്യസ്തനാണ്. അൻവറിൻ്റെ ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഏതാണ്ട് എന്നെപ്പോലുള്ള ബാക്ക്ഗ്രൗണ്ടാണ്, കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ടാണ്. പക്ഷേ അദ്ദേഹം ഭയങ്കര ധനാഢ്യനാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള നല്ല നട്ടലുള്ളൊരു നേതാവാണ് അദ്ദേഹം. അവിടെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പുറത്താണ് ആ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയത്. അപ്പം അദ്ദേഹം ഒരു കാര്യം പറയുമ്പോൾ മറ്റൊരാൾ പറയുന്ന പോലെ അല്ല അത്, അതിന് കുറച്ചൊരു സീരിയസ്നെസ് കിട്ടും. അത് സൊസൈറ്റി സീരിയസ് ആയി ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇപ്പം പറയുന്ന ഈ ന്യൂനപക്ഷ പ്രീണനം എന്നുള്ള ആ ഒരു ധാരണയോ തെറ്റിദ്ധാരണയോ അത് പഞ്ചായത്ത് നിയമസഭ ഇലക്ഷൻ ആകുമ്പോഴേക്ക് ജനമനസ്സൊന്ന് മാറ്റാമെന്നുള്ള പാർട്ടിയുടെ പ്ലാനാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മനസ്സിലാക്കിയ ഒരാളെന്ന രീതിയിൽ CPM ആയാലും CPI ആയാലും പാർട്ടിയുടെ കൂടെ നിന്ന് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരാളെ ആ ഒരു നടപടി എടുക്കാതെ ഇങ്ങനെ ചേർത്ത് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്തുമാവട്ടെ, പിണറായിസത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രക്ഷിക്കുക കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അങ്ങനെ ഒരു വിപ്ലവം ഉണ്ടായാൽ അതിന് മുൻപിൽ നിൽക്കണമെന്നും ആ ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമാവണമെന്നും കരുതിയിരുന്ന ആളാണ് ഞാൻ. നിർഭാഗ്യവശാൽ പിണറായിസത്തിൽ നിന്നും CPM-നെ രക്ഷിക്കുന്നത് അൻവറസത്തിലേക്ക് നയിക്കാനാണെങ്കിൽ അതിപ്പോഴുള്ളതിനേക്കാൾ ഗതികെട്ട അവസ്ഥയിലേക്ക് ഈ പാർട്ടി എത്തിക്കൂ. പിണറായി വെല്ലുവിളിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ഗോവിന്ദൻ മാസ്റ്റർ നേതൃത്വത്തിൽ കണ്ണൂർ ലോബി അൻവറെ മുമ്പിൽ നിർത്തിയതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നാൽ അൻവർ എന്ന വർഗീയവാദിയുടെ, അൻവർ എന്ന കളങ്കിത കച്ചവടക്കാരന്റെ, അൻവർ എന്ന സാമൂഹ്യ തിന്മയുടെ കൊടി പിടിക്കാനാണ് CPIM ശ്രമിക്കുന്നതെങ്കിൽ അത് ഈ പാർട്ടിയെ വീണ്ടും ഇല്ലാതാക്കും. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും കണ്ണൂരിലെ കരുത്തനായ നേതാവ് P ജയരാജനുമൊക്കെ പിണറായിസ്റ്റ് ഭീകരതയ്ക്കെതിരെ ശബ്ദമുയർത്തുന്ന നേതാക്കളിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവരൊക്കെ തന്നെയായിരിക്കും പിണറായിസ്റ്റ് ഭീകരതയെ ഇല്ലാതാക്കുന്നത് എന്ന് പണ്ടേ എനിക്കറിയാമായിരുന്നു. നിങ്ങൾ ഉയർത്തിവിട്ടിരിക്കുന്ന മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് ഓരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളും ആഗ്രഹിക്കുന്നതാണ്. കളങ്കിത മുതലാളിത്തത്തിന്റെ അംശങ്ങളിൽ നിന്നും സ്വജനപക്ഷപാതത്തിൽ നിന്നും ഈ പാർട്ടിയെ രക്ഷിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള കരുത്തും ശക്തിയും ഗോവിന്ദനും P ജയരാജനും ഒക്കെ ഉണ്ട്. P ജയരാജൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് അക്രമ രാഷ്ട്രീയത്തിന് പ്രതീകമായി ചിത്രീകരിക്കപ്പെടുമ്പോഴും അഴിമതി ലെവലേശം തൊട്ടു തീണ്ടിയിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഗോവിന്ദൻ മാഷെക്കുറിച്ചും ആരും ഇതുവരെ അഴിമതിക്കാരൻ എന്ന് പറഞ്ഞിട്ടില്ല. കമ്മ്യൂണിസ്റ്റുകാരാണ് ഇരുവരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇരുവരും. അതേ ചിന്താഗതിയുള്ളവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം അംഗങ്ങളും. അവർക്ക് വേണ്ടത് പിണറായിസ്റ്റ് മുതലാളിത്ത ഭീകരത തുടച്ചു നീക്കുകയാണ്. അത് ചെയ്യാത്തത് കൊണ്ടാണ് അവർ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും CPM-നെതിരെ വോട്ട് ചെയ്തത്. ഇത് തിരിച്ചറിഞ്ഞ് MV ഗോവിന്ദനും P ജയരാജനും ഈ വലിയ കലാപത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഒരേ ഒരു അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഈ പിണറായിസ്റ്റ് ഭീകരതയുടെ ഏറ്റവും വലിയ മുഖമായ വർഗീയ കോമരമായ PV അൻവറിനെ അകറ്റി നിർത്തുക. അൻവറിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ ഏത് യുദ്ധത്തിനിറങ്ങിയാലും ആ വിജയം താൽക്കാലികമായിരിക്കും. അൻവറെ പോലൊരു നേതാവിനെയാണ് നിങ്ങൾ മാറ്റത്തിന്റെ പ്രതീകമായി മുമ്പിൽ നിർത്തുന്നത് എന്ന് പറഞ്ഞാൽ സാധാരണ കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് മനസ്സിലാവില്ല. ദയവായി അൻവറിനെ മൂലക്കിരുത്തിക്കൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് നവീകരണ വിപ്ലവം നയിക്കുക. ഈ നാട്ടിലെ സാധാരണക്കാരെ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, നിഷ്പക്ഷ സമൂഹവും ഈ മാറ്റ കൊടുങ്കാറ്റിനെ നിങ്ങളോടൊപ്പം നിൽക്കും.